ഹായ് മൈ ഡിയർ കിഡ്സ്. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എക്സൽ ചാപ്റ്ററായിരുന്നു, ചാപ്റ്റർ 6 ആണ്. അതിൽ റെഫറൻസ്, ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതിനാണ്. അതിന് വേണ്ടിയിട്ട് എക്സൽ ഓപ്പൺ ചെയ്യുക. സാധാരണ നമ്മൾ ഇപ്പോൾ സം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 വാല്യൂസ് എൻ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കോളത്തിൽ വന്ന് ഈക്വൽ ടു A1 + A2 എന്ന് ടൈപ്പ് ചെയ്യും. അതല്ലാതെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 7 ടൈപ്പ് ചെയ്തു, 5 ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു A1 + A2 എന്ന് ടൈപ്പ് ചെയ്യും, എൻ്റർ അടിക്കും, നമുക്കതിൻ്റെ ആൻസർ വരും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നേരത്തെ ക്ലാസ്സിലൊക്കെ സം കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഇനി നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സം കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാല്യൂസ് തന്നെ അസ്യൂം ചെയ്യുക. നമ്മുടെ കയ്യിൽ ഇത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വാല്യൂസാണോ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ അതിൻ്റെ ആൻസർ വരേണ്ടത്, ആ സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ലൈബ്രറി കണ്ടോ, ഫോർമുലാസിലാണ് ഇൻസേർട്ട് ഫംഗ്ഷൻ, ഓട്ടോസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉള്ളത്. അതിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് വേണ്ടതെന്ന് ഇങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ ബോക്സിൽ നിന്ന് ചോദിക്കും. അതിന് നമ്മൾ സം ഓൾറെഡി സെലക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് A1 to A3 തന്നെയാണോ സെൽസ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എന്നൊരു കൺഫർമേഷൻ വേണ്ടി ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് കൂടെ വരും. ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ഓക്കെ ഓപ്ഷൻ. ദ ആൻസർ വിൽ ബി കം ഓൺ ദ സെൽ വിച്ച് വി ഹാവ് സെലക്റ്റഡ് ഫോർ ദി ആൻസർ. അപ്പോൾ നമ്മൾ ഏത് സെല്ലിലാണോ ആൻസർ വരാൻ സെലക്ട് ചെയ്തത്, ആ സെല്ലിൽ അതിൻ്റെ ആൻസറും വന്നിട്ടുണ്ടാവും. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സം പോലെ തന്നെ മറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഓട്ടോസമ്മിൻ്റെ ഓപ്ഷൻ, ഓട്ടോസം എടുത്താൽ സം തന്നെ വരും. അല്ലാതെ ആവറേജ്, കൗണ്ട് നമ്പേഴ്സ്, മാത്സ്, മീൻ, ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഇതിലുണ്ട്. ഇപ്പോൾ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 25 + 25 ആൻഡ് 36 അങ്ങനെ എന്തെങ്കിലും കുറച്ച് വാല്യൂസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതിൻ്റെയൊക്കെയാണോ ആവറേജ് കണ്ടുപിടിക്കേണ്ടത്, ആ സെല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഓട്ടോസം ഓപ്ഷനിൽ ചെന്നിട്ട് ആവറേജ് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് സെല്ലിൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ സെൽസാണോ ആൻസർ വേണ്ടത് ഒന്നുകൂടെ കാണിച്ചു തരാം. 2-3 വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സെൽസിൻ്റെ ആണോ നമുക്ക് വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കേണ്ടത്, ആ സെല്ല് ഫുള്ള് സെലക്ട് ചെയ്യുക. ഓട്ടോസോമിൻ്റെ ഈ ആരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ആവറേജ് എടുക്കുക, അതിൻ്റെ ആൻസർ അടുത്ത സെല്ലിൽ വരും. ഓക്കെ. ഇനി അതുപോലെ നെക്സ്റ്റ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുകയാണെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക, ഓട്ടോസം എടുക്കുക, മാക്സ് എടുക്കുക. അപ്പോൾ അതിൽ ഏതാണോ അതിൻ്റെ മാക്സിമം വാല്യൂ, അതിൻ്റെ ആൻസർ വരും. ഇതിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഓട്ടോസം എടുക്കുക, മിനിമം സെലക്ട് ചെയ്യുക. അപ്പോൾ മിനിമം വാല്യൂ ആയ 5 ആണെന്നതിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ. ഇനി കൗണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്രയോ സെൽസിൽ ഡേറ്റാസ് എൻ്റർ ചെയ്തു. അപ്പം ഫുൾ എത്ര സെൽസിൽ ഡേറ്റാസ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്യണം. ഇപ്പോൾ നോക്കും, നമ്മൾ ഇത്രയും സെല്ല് സെലക്ട് ചെയ്തു. ഇതിൽ ഓൾറെഡി 1 2 3 4 5 വാല്യൂസേ ഉള്ളൂ. ഒരു സെല്ലിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഡേറ്റ ഏതൊക്കെ സെല്ലിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഏതൊക്കെ സെൽസിൽ ഡേറ്റ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നോക്കും, ഇവിടെ നമ്മളിപ്പോൾ ഇത്രയും സെല്ല് സെലക്ട് ചെയ്തെങ്കിലും ഇതിലൊരു സെല്ല് എംപ്റ്റി ആണ്. 5 വാല്യൂസാണ് ഇതിൽ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും ചെക്ക് ചെയ്യാം. കൗണ്ട് നമ്പേഴ്സ് കൊടുക്കുക. കണ്ടോ, 5 എന്ന ആൻസർ വന്നത്. നമ്മളൊരു ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സെൽസിൽ വാല്യൂ ഇൻസേർട്ടഡ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വാല്യൂസ് ഇല്ലാത്ത സെല്ല് അവർ കൗണ്ട് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫങ്ഷൻസിലുള്ളത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചാർട്ടാണ്. ചാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ഓഫ് ഡേറ്റ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഡേറ്റ ബേസ് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പർ, സബ്ജക്റ്റ്, വിജയ് ആൻഡ് അജയ് 2 പേരുടെ മാർക്സ് ആണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 2 പേരുടെ മാർക്സിനെ വെച്ചിട്ട് നമുക്ക് ചാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണോ ചാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, സെലക്ട് ദോസ് കോളംസ് വിച്ച് ഓൾ വാല്യൂസ് വി നീഡ് ടു ഡിസ്പ്ലേ ഓൺ ദി ചാർട്ട്. നമുക്ക് സീരിയൽ നമ്പറിൻ്റെ ആവശ്യമില്ല ചാർട്ട് ചെയ്യാൻ, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ഓപ്ഷനിൽ പോവുക. അവിടെ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, കണ്ടോ? അതിൽ നിന്ന്
എല്ലാ ടൈപ്പ് ചാർട്ടും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏത് ടൈപ്പ് ചാർട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ചാർട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പല ടൈപ്പ് ചാർട്ട് അവിടെയുണ്ട്. പല ടൈപ്പ് ചാർട്ടുണ്ട്. അതിലേത് ടൈപ്പാണോ വേണ്ടത് അതോതൊന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോളം എന്ന് പറയുന്ന ടൈപ്പ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ ചാർട്ട് ഏതായിരുന്നോ ആ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ടേബിളിൻ്റെ ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള ചാർട്ട് അവിടെ ക്രിയേറ്റ് ആയി വരും. ഓക്കെ, ഇങ്ങനെയാണ് ചാർട്ട് ഇൻസേർട്ട് ആവുന്നത്. ഇനി ഈ ഡിസൈൻ ടാബിലുള്ളത് എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ചേഞ്ച് കളർ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാർട്ടിൻ്റെ കളേഴ്സ് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. കണ്ടോ, ഏത് കളർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്താലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവിടെ സംഭവിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഓപ്ഷൻസ്. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചേഞ്ച് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചാർട്ട് സ്റ്റൈലാണ്. ഇത് പല ടൈപ്പ് ചാർട്ട് സ്റ്റൈൽ ഇവിടെയുണ്ട്. ഇതിലേത് ചാർട്ട് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ പല പല മോഡൽസ് ഇവിടെയുണ്ട്. അതിലേത് മോഡൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡേറ്റ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതിൽ സ്വിച്ച് റോ ഓഫ് ഡേറ്റ, അതായത് ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഡേറ്റയെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് റോ ഓർ ഡേറ്റ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ ചാർട്ടിൽ വരും. കണ്ടോ, എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ഇൻ്റർചേഞ്ച് ആവും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം, ശ്രദ്ധിച്ചോ. കണ്ടോ, സബ്ജക്ട്സ് മാറി പേര് വരും. വീണ്ടും സ്വിച്ച് കൊടുത്താൽ എക്സ് ആക്സിസിൽ ഡേറ്റാസ് മാറും. മനസ്സിലായോ? ഇതാണ് സ്വിച്ച് റോ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെലക്ട് ഡേറ്റ. ഇതാണ് സെലക്ട് ഡേറ്റ. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ ഇൻസേർട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിൻ്റെ അല്ലെങ്കിൽ ആ ഫീൽഡാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് വേണ്ട കളയണം എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുത്താൽ മതി, ആ ഫീൽഡ് അവിടെ പോകും. പിന്നെ ആഡ് ചെയ്യാനാണെങ്കിൽ ഏത് ഏരിയ ആണോ ആഡ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഡേറ്റാസിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ സെലക്ട് ഡേറ്റ എന്ന് പറയുന്ന സോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കെമിസ്ട്രി മാറ്റി. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ കോളം അല്ലെങ്കിൽ ചാർട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. ഏത് ചാർട്ട് ടൈപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ചാർട്ടുണ്ട്, ലൈനുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ചാർട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലുള്ളത് നമുക്കിതിലെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതിന് ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റ് ചെയ്ത് നോക്കിയേ, ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. കണ്ടോ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്കാം. ഓക്കെ, അതിൽ ഈ ഷേപ്പ് ഫിൽ ഇതാണ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഫിൽ കളർ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക, ഫോർമാറ്റ് ചെയ്യുന്ന, എന്നിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആ ചാർട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക, അല്ലാത്തവർ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്നിരുന്നാലും ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായിട്ട് വായിക്കുക, ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എക്സസൈസ് പോർഷനും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? ആസ് യൂഷ്വൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലേബൽസ് ആർ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് ടെക്സ്റ്റ്. 3 ടൈപ്സ് ലേബൽസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോ വാട്ട് ആർ ദേ? ആൽഫബറ്റിക്, ആൽഫ ന്യൂമറിക് ഓർ ന്യൂമറിക് ടെക്സ്റ്റ്. ഈ 3 ടൈപ്പിലുള്ള ലേബൽസ് ആണ് നമ്മൾ എക്സലിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ഡാഷ് റെഫറൻസിങ് ദ റിലേറ്റീവ് അഡ്രസ് ഓഫ് ദ സെൽ ഗെറ്റ്സ് ചേഞ്ച്ഡ്. ഏത് റെഫറൻസിലാണ് റിലേറ്റീവ് അഡ്രസ്സ് ചേഞ്ച് ആവുന്നത്? റിലേറ്റീവ് റെഫറൻസിൽ. അപ്പോൾ ഓരോ സെൽസിൻ്റെയും അഡ്രസ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന റെഫറൻസാണ് റിലേറ്റീവ് അഡ്രസ്സിങ്. അബ്സല്യൂട്ടിലാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണോ പൊസിഷൻ മാറ്റുന്നത് അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സെല്ലിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ഡാഷ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഈക്വൽ സൈൻ. ഈക്വൽ സൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫോർമുല. To create absolute cell reference, dash sign is used before the cell address. So absolute reference ഉണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഏത് സിമ്പിളാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡോളർ സിമ്പിൾ. ഫങ്ഷൻസ് ആർ പ്രീ ഡിഫൈൻഡ് ഫോർമുല. പ്രീ ഡിഫൈൻഡ്, അത് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമുലാസിനെയാണ് എക്സലിൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ഡേറ്റ ഇൻ എ പിക്ടോറിക്കൽ ഫോം. പിക്ടോറിക്കൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ,
വി ക്യാൻ ഡിഫൈൻ ടൈറ്റിൽസ് ഫോർ ഡാഷ് ഡാഷ് ആൻഡ് വർക്ക്ഷീറ്റ്സ്. നമ്മൾ ഏതിനൊക്കെയാണ് ടൈറ്റിൽസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ടേബിൾസിന് ഡിഫൈൻ ചെയ്യാം, ചാർട്ടിന് കൊടുക്കാം, വർക്ക്ഷീറ്റിന് വേണേലും നമുക്ക് ടൈറ്റിൽസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, എ ക്വിക്ക് വേ ഓഫ് കമ്പ്യൂട്ടിംഗ് സം ഓഫ് എ റേഞ്ച് ഓഫ് സെൽസ് ഈസ് ത്രൂ ഡാഷ് ഐക്കൺ. നമ്മളൊരു ഇസെറ്റ് സിമ്പിൾ പോലെ ഒരു സിമ്പിൾ കണ്ടില്ലേ, ഓട്ടോ സം. അതാണ് നമ്മുടെ ഓട്ടോ സം എന്ന് പറയുന്ന പെട്ടെന്ന് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഓട്ടോ സം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ എക്സൽ ആർ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്? പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാർ സിമ്പിൾ, ദെൻ ഡിവിഷൻ. റെഫറൻസ് ടു സെൽസ് ഇൻ അതർ വർക്ക് ബുക്സ് ആർ കോൾഡ് ഡാഷ്. വേറെ വർക്ക് ബുക്കിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് ഓപ്ഷൻ അഡീഷൻ. അഡീഷൻ ക്യാൻ ബി മാച്ച് ടു വിച്ച് ഓപ്ഷൻ? അഡീഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? അഡീഷൻ നമ്മൾ ചെയ്യുമ്പോൾ എക്സലിൽ കൊടുക്കുന്ന ഫോർമുലയാണ് ഈക്വൽ ടു A1 പ്ലസ് A2. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ അതെങ്ങനെയാവും? ഈക്വൽ ടു A2 മൈനസ് A1. A2 മൈനസ് A1 എന്നും A1 മൈനസ് A2 എന്നും എങ്ങനെ വേണമെങ്കിലും വരാം. ഈ ഓപ്പറേറ്റർ കറക്റ്റായിട്ട് വന്നാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് ഡിവിഷൻ. ഡിവിഷൻ ക്യാൻ ബി മാച്ച് ടു A1 ബൈ A2. മൾട്ടിപ്ലിക്കേഷൻ ഈസ് മാച്ച്ഡ് വിത്ത് A1 ഇൻറ്റു A2. ദെൻ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഏതെങ്കിലും ഒരു വാല്യൂ ഫുള്ള് നമ്മൾ ആ കാൽക്കുലേഷൻസ് തീരുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് ഒരേപോലെ സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് 150. 150 എന്നൊരു വാല്യൂ നമ്മൾ സെല്ലിൽ എൻ്റർ ചെയ്താൽ ആ വാല്യൂ ആ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ 150 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വൺ സെൽ അഡ്രസ്. എന്താണ് സെൽ അഡ്രസ്? സെൽ അഡ്രസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? B6 കോളത്തിൻ്റെയും റോയുടെയും നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സെൽ അഡ്രസ്സ് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കോപ്പി. കോപ്പി ചെയ്യുന്നത് എന്താണ്? കൺട്രോൾ പ്ലസ് സി. കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പി ചെയ്യാനുള്ള നമ്മുടെ ഷോർട്ട് കട്ട് കീ. പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ദ ഷോർട്ട് കട്ട് കീ വിൽ ബി കൺട്രോൾ പ്ലസ് വി. നെക്സ്റ്റ് വൺ ആബ്സല്യൂട്ട് റെഫറൻസ്. ആബ്സല്യൂട്ട് റെഫറൻസിൽ എപ്പോഴും A1 അതായത് സെൽ അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്പർ കോളം അഡ്രസ്സും കോളം നമ്പറും റോ നമ്പറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് സിമ്പിൾ ഉണ്ടാവും? ഡോളർ എന്ന് പറഞ്ഞ സിമ്പിൾ ഉണ്ടാവും. അപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസ് മാച്ച് ചെയ്യുന്ന എങ്ങോട്ടാണ്? ഫിഫ്ത്ത് ഓപ്ഷനിലേക്ക്. $A, $1, സ്റ്റാർ $B, $1. ഓക്കെ, മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത് ഇതിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. ഈക്വൽ ടു $A1 പ്ലസ് B, $1. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രൂ ഓർ ഫാൾസ്. In absolute reference, if position of the cell containing the formula changes, the referred cell in the formula also changes. It is true. നമ്മൾ പൊസിഷൻ ചെയ്യുന്നതിനനുസരിച്ച് അബ്സല്യൂട്ട് റെഫറൻസിൽ സെല്ലിൻ്റെ അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് സെല്ലാണോ നമുക്ക് കാൽക്കുലേഷൻ നടത്തേണ്ടത് ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നോളും. ഓക്കെ, in absolute reference, the cell reference in a formula always refers to a cell in a specific location. It is false. Predefined formula are not referred to as function. അല്ല, predefined ഫോർമുലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഫോൾസ്. ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് accept the cell address or cell range. It is true. Autosum icon is an easy way to calculate the sum of the range of cells. Autosum ആണ് പെട്ടെന്ന് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. Average is used for calculating the maximum number out of the given range. It is false. Average കണ്ടുപിടിക്കുന്നത് ആവറേജ് കണ്ടുപിടിക്കാനാണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ബൈ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്. അതിനെ മാക്സിമം കണ്ടുപിടിക്കാനല്ല. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഇൻസേർട്ട് ഫംഗ്ഷൻ ബട്ടൺ ക്യാൻ ഓൺലി ബി ക്ലിക്ക്ഡ് ഓൺ ദി ഫോർമുല ബാർ. ഇറ്റ് ഈസ് ഫോൾസ്. രണ്ട് ഓപ്ഷൻസിൽ ഇൻസേർട്ട് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. എ ഫോർമുല ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഈക്വൽ ടു സൈൻ. ഇറ്റ് ഈസ് true. When both the relative reference and the absolute reference are used in a formula, we call it as a mixed reference. It is true. രണ്ട് റെഫറൻസും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ക്യാൻ ബി ഇൻസേർട്ടഡ് ബൈ ക്ലിക്കിംഗ് ഓൺ ദി ഇൻസേർട്ട് ഐക്കൺ. ഇത് ഇൻസേർട്ട് ഐക്കൺ അല്ല, ഇത് ഓട്ടോസം ആണ്. ഇൻസേർട്ട് ഐക്കൺ ആണെങ്കിൽ എഫ് താഴെ ഒരു എക്സും ആയിട്ടാണ് വരുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. Cell address A5 in a formula means relative reference. Cell address $A, $8 in a formula means absolute reference. Cell address $5 in a formula means it is also absolute reference. ഈ ഡോളർ വരുന്നതൊക്കെ അബ്സല്യൂട്ട് അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക.
സെൽ അഡ്രസ് $A7 in a formula means it is mixed reference. ആദ്യം ഡോളർ നമ്പറിന് മുമ്പ് ഡോളർ വരാതെ വരുന്നത് എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ്? മിക്സഡ് റെഫറൻസ് ആണ്. Formula gets displayed in dash. Which bar its formula is getting displayed? It is formula bar. To add two cells A1 and A2 together, we use the formula. ഏതാണ് നമ്മുടെ ഫോർമുല? ഈക്വൽ ടു A1 പ്ലസ് A2. ടുഗെദർ A1 കോളൻ A2 എന്ന് പറയുന്നത് തെറ്റാണ്. ആഡ് A1 പ്ലസ് A2 തെറ്റാണ്. ഇവിടെ സം ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ഹാവ് റൈറ്റ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് ആഡ്. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. A1 പ്ലസ് A2 എന്ന് കൊടുത്താലും തെറ്റാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് equal to A1 plus A2. Next, the cell reference for a range of cells that start in cell B1 and goes over to column G and down to row 10 is B1 തൊട്ട് G10 വരെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? B1 ഫുൾ കോളൻ G10. 2 കുത്ത് കൊടുക്കണം. അല്ല, ഒരു ഡോട്ട് കൊടുത്താലും ഒരു കുത്തും കോമ ഹൈഫനൊക്കെ കൊടുത്താലും തെറ്റാണ്. B1 ഫുൾ കോളൻ G10 എന്ന് തന്നെ കൊടുക്കണം. AutoSum will quickly add selected cells and display the sum in the adjacent cells of the range if we എങ്ങനെയാണ്? click the AutoSum button on the toolbar. നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കറണ്ട് സെല്ലിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ ഏതാണ്? AutoSum എന്ന് പറയുന്ന ഓപ്ഷൻ ടൂൾ ബാറിൽ നിന്നുള്ള. When we click FX button, dash window appears. ഏത് ഫംഗ്ഷനാണ് അപ്പിയർ ആവുന്നത്? ഇൻസേർട്ട് ഫംഗ്ഷൻ്റെ വിൻഡോ ആണ് അപ്പിയർ ആവുന്നത്. ഓക്കെ. For values which cannot be changed in a formula called constant. വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഫോർമുലയിലുള്ള കണ്ടൻറ്റിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എക്സസൈസ്. ആൻസർ ദ ഫോളോയിങ് പിന്നീട് തന്നേക്കാം. ഇതുകൊണ്ട് നമ്മുടെ ചാപ്റ്റർ 6 കംപ്ലീറ്റ് ആയി. സോ താങ്ക് യു ചിൽഡ്രൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.